സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി നസ്രിയ നസീം രംഗത്ത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന താൻ എന്തുകൊണ്ടാണ് പൊതുവിടങ്ങളിൽ നിന്നും നവമാധ്യമങ്ങളിൽ നിന്നുമെല്ലാം ഇടവേളയെടുത്തത് എന്നാണ് നസ്രിയ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാരികമായി നല്ല അവസ്ഥയിലായിരുന്നില്ല എന്നാണ് നസ്രിയ പറയുന്നത്. വ്യക്തിപരമായ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവെന്നും ഇപ്പോൾ അതിൽ നിന്ന് മുക്തയായി വരികയാണ് എന്നും നസ്രിയ വ്യക്തമാക്കി. സിനിമകളിൽ തിരക്കിട്ട് അഭിനയിക്കാറില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമായിരുന്നു നസ്രിയ. എന്നാൽ പെട്ടെന്നാണ് നടി എല്ലായിടത്തു നിന്നും അപ്രത്യക്ഷയായത്. 4.5 മാസത്തിന് ശേഷമാണ് ഇതിൽ വിശദീകരണവുമായി താരം രംഗത്തെത്തിയിരിക്കുന്നത്. നസ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചു നാളായി എന്തുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഈ അത്ഭുതകരമായ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും സജീവ അംഗമായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമവും വ്യക്തിപരമായ വെല്ലുവിളികളും കാരണം എനിക്ക് ഇവിടെ എത്താൻ പ്രയാസമായിരുന്നു. എൻ്റെ 30ാം പിറന്നാൾ, പുതുവത്സരം, എൻ്റെ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിജയവും മറ്റ് നിരവധി പ്രധാന നിമിഷങ്ങളും എനിക്ക് നഷ്ടമായി. എന്തുകൊണ്ടായിരുന്നു ഇത് എന്ന് വിശദീകരിക്കാത്തതിനും കോളുകൾ എടുക്കാത്തതിനും സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തതിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയേക്കാവുന്ന ഏതെങ്കിലും വിഷമത്തിലോ അസൗകര്യത്തിനോ ഞാൻ ശരിക്കും ഖേദിക്കുന്നു. ഞാൻ പൂർണ്ണമായും എന്നിലേക്ക് ചുരുങ്ങിയിരിക്കുകയായിരുന്നു. ജോലിക്കായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇതുമൂലം ഉണ്ടാക്കിയേക്കാവുന്ന എന്തെങ്കിലും തടസ്സങ്ങൾക്ക് ഞാൻ ഖേദിക്കുന്നു. ഒരു നല്ല കാര്യം പറയട്ടെ. ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എല്ലാ അംഗീകാരങ്ങൾക്കും നോമിനികൾക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾക്കും വളരെ നന്ദി. ഇതൊരു കഠിനമായ യാത്രയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും സുഖം പ്രാപിക്കാനും മെച്ചപ്പെടാനും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ധാരണയെയും പിന്തുണയെയും ഞാൻ അഭിനന്ദിക്കുന്നു. പൂർണ്ണമായും തിരിച്ചുവരാൻ എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായി വന്നേക്കാം. പക്ഷേ ഞാൻ സുഖം പ്രാപിക്കാനുള്ള പാതയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ അപ്രത്യക്ഷമായതിന് എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം നൽകാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിയതിനാലാണ് ഇന്ന് ഞാൻ ഇത് എഴുതിയത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നസ്രിയ നസീം. ബാലതാരമായി മാറിയ താരം സോഷ്യൽ മീഡിയയിൽ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനേക്കാളും ഫോളോവേഴ്സിനെ നേടിക്കൊണ്ട് ഞെട്ടിച്ചിരുന്നു. സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്യുന്നതിനിടെയാണ് ഫഹദ് ഫാസിലിനെ നസ്രിയ വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല താരം.